എന്താ ടൂറിസം കമ്പനി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്? ചെറുപ്പത്തിൽ കോളനി വിട്ട് പോലും പുറത്തു പോയിട്ടില്ല സർ. ഇവിടെ ആകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാലോ. ആള് വലിയ സ്പീഡാണല്ലോ. ഞാൻ രവീന്ദ്രൻ. ഹലോ സർ. ഞാൻ സാധാരണ സെയിൽസ് ഡീലാണ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾ HR-ന് ചെറിയൊരു ആക്സിഡന്റ്. അദ്ദേഹം പിന്നീട് ജോയിൻ ചെയ്തോളും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സർ. ഹേയ്, നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ബണ്ടു ഇൻട്രസ്റ്റിംഗ് നെയിം. ഓക്കെ, ഡ്രീം. എന്താ ഇത് ഡ്രീം എന്ന് വെച്ചാൽ എല്ലാവരും ബാങ്കോക്കിൽ പോകണം, ബെയിലി കാർ വേണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ബൈക്ക് ബ്രാക്കറ്റ് ഫസ്റ്റ് ആണെന്ന് എഴുതിയിരിക്കുന്നത്. ടൈം ഉണ്ടോ സർ? പിന്നെന്താ, നാളെ ഇവന്റെ കോളേജ് തുറക്കല്ലേ, തുണികളൊക്കെ വാങ്ങിച്ചോ? രാമേന്ദ്ര സാർ മോനോട് നാളെ എൻ്റെ മോൻ്റെ കോളേജ് തുറക്കാമെന്നൊന്ന് പറഞ്ഞു പോയി. അപ്പം തന്നെ കുറേ പഴയ ഡ്രസ്സ് തന്നു വിട്ടു പാവം. അതുപോലെ ചോദിക്കാതെ പോലും ഐ പെർഫ്യൂമും തന്നു. അയ്യോ, ചോദിക്കാതെ പോലുമാണ് സാറ് തന്നുവിട്ടത്. എന്താടാ കളിയാക്കിയത്? വേണോ അത് വേണ്ടയോ? എന്തോടാ, എന്താ ഗ്യാപ്പ് ഇട്ടത്? ഇട്ടതല്ല, വന്നതാ. വന്നു. നീ എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സത്യം വിളിച്ച് പറഞ്ഞോണ്ടേ ഇരിക്കുവോ? അത് കള്ളം പറയാൻ തോന്നുമ്പോൾ തലവേദന എടുക്കും സർ. ആഹാ. എന്നാൽ സത്യം പറഞ്ഞാലോ മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാകുന്നത്. എന്നാലും എനിക്ക് സുഖമാണ് സർ. അപ്പൊ ആദ്യം മുതലേ ഇതിനു വേണ്ടി ചെറിയ ചെറിയ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല സർ, അതൊക്കെ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചു പോകുന്ന. ആ പലിശക്കാരൻ മൂർത്തിയാന്ന് തോന്നുന്നു. ഞാനിവിടെ ഇല്ലാന്ന് പറ. മോനെ, അച്ഛനുണ്ടോടാ? അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞിരിക്കുക. നാണമില്ലേടോ? പിള്ളേരെ കൊണ്ടാണോ ഇങ്ങനെ കള്ളം പറയിക്കുന്നത്? ഓൾറെഡി ഒരു കാല് പഞ്ചറാ. എന്നെ പോലുള്ളവർ ഇങ്ങനെ പറ്റിച്ചാൽ തന്റെ മറ്റേ കാല് കൂടി. ശരി, മറ്റേ കാലിനെങ്കിലും ഒന്നും പറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കും. അച്ഛൻ ഇല്ലെന്ന് പറയാനല്ലേ പറഞ്ഞ? കയ്യും പിടിച്ച് അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ ആരാടാ പറഞ്ഞത്? അച്ഛൻ ഇവിടെ ഇല്ല, അത്ര തന്നെ. മോനെ, അച്ഛനുണ്ടോ? അച്ഛനില്ല, അത്ര തന്നെ. ചേട്ടൻ ഇനി ചെന്ന് നോക്കുമ്പോ അച്ഛനെ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുത്. അച്ഛനില്ല, അത്ര തന്നെ. താനിവിടെ ഇല്ല അല്ലേ? നാണം ഉണ്ടോടോ തനിക്ക്? ആ, നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സാ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയാതെ ജീവിക്കുന്ന എങ്ങനെടാ? ഡീ, നീ ഇങ്ങനെ പപ്പടം എണ്ണി നിൽക്കാതെ പറഞ്ഞു കൊടുത്തോളൂ നിനക്ക്. നീ ആരാടാ? ശ്രീരാമേന്ദ്രന്റെ മോനാ? എപ്പോഴും ഇങ്ങനെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പേടിയില്ലടാ നിനക്ക്? സത്യം പറഞ്ഞ അപ്പോഴത്തെ പേടിയുള്ളൂ അച്ഛാ. സത്യം പറഞ്ഞില്ലെങ്കിൽ പേടിച്ചോണ്ടേയിരിക്കും. പൊളിച്ചടുക്കി കളഞ്ഞു, അടിപൊളി. പ്രസവിക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് വേദന ഉള്ളൂ. അച്ഛനാണെങ്കിലോ എപ്പോഴും വേദന തന്നെ. നീ എന്താടി ഇപ്പൊ കൈയടിക്കാത്തത്? അവന് ഫാൻസ് ഉള്ളത് കൊണ്ടാ കൈയടിച്ചത്. നിങ്ങൾക്കതില്ലല്ലോ. അവിടെ ഇരുന്ന് കഴിക്കും. MBAക്ക് സീറ്റ് കിട്ടി, സൂപ്പർ കോളേജും കിട്ടി സർ. പിന്നെന്താ വിട്ട് കളഞ്ഞത്? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, മൊത്തത്തിൽ സെറ്റ് ചെയ്തു ഞാൻ. ഇവന്റെ സ്കോളർഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇവൾക്ക് സീറ്റ് മേടിച്ചത് എന്തിനാ നിങ്ങള്? ഇവനെന്തിനാ അതൊക്കെ? ഇവൻ വേറെ വല്ലതും ചെയ്ത് ജീവിച്ചോളൂ. എന്താട്ടാ നീ നോക്കുന്നു? ഒരു കാര്യം അറിയോ നിനക്ക്? പലതവണ 90 ഔട്ടായാലും നമ്പർ ഓഫ് സെഞ്ചുറീസിൽ അതുണ്ടാവില്ല. നിന്റെ ജീവിതം അങ്ങനെയാ. ഉരുള ഉരുട്ടിയാലും വായിലെത്തില്ല. ഞാൻ പറഞ്ഞില്ലടാ, ചില ജാതകങ്ങളുടെ കുഴപ്പം അത്. വെരി ബാഡ്. ഈ വിഷമം മാറാൻ സെഞ്ചുറി ഒന്നും അടിച്ച പോരാ ബണ്ടു. ടു ഹെവി സർ? യാ, മ്യൂസിക്കലായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്താലോ? കുറച്ച് ലൈറ്റായിട്ട്. ഡെഫിനറ്റ്ലി. ഈ ലാമ്പും ടേബിളും ഒക്കെ നിന്റെ അനിയത്തി കൊടുക്കും. അവളിനി കോളേജിൽ പഠിക്കാൻ പോവില്ലേ? എന്റെ മോൻ എവിടെ ഇരുന്നാലും രാജാവാ. ബണ്ടു, നിന്റെ കഥ കേട്ടിട്ട് നിന്റെ അച്ഛനെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകാൻ തോന്നുന്നുണ്ട്. പക്ഷെ അത് റിസ്കാ. നിന്നെ അഡോപ്റ്റ് ചെയ്ത് എബ്രോഡിന് അയച്ചാലോ എന്ന് ആലോചിച്ചു. അത് കോസ്റ്റ്ലി. ഇത് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ജോലി ഞാൻ എങ്ങനെ ശരിയാക്കി തരാം. ഓ, താങ്ക് യു. വാ, നീ വന്ന് ഒപ്പിട്. ഇതോടെ നിന്റെ കഷ്ടപ്പാടെല്ലാം തീരട്ടെ. സർ, ശേഖർ സർ വന്നിട്ടുണ്ട്. അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ HR. ആളെ ഇപ്പൊ തന്നെ പോയി കണ്ടേക്ക്. ഇതേ ഫ്ലോയിൽ തന്നെ പോയേക്കാം സർ. സർ, എന്തു പറ്റി?
നിനക്ക് ഈ ജോലി അടിച്ചെന്ന് ഞാൻ വിചാരിച്ചു. നീ HR-നെ അടിച്ചു എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. കയ്യിൽ നിന്ന് പോയോ സാർ? ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നീ നിന്റെ ക്യാരക്ടർ, ഇന്റഗ്രിറ്റി, ഇൻഡിവിജ്വാലിറ്റി എല്ലാം മാറ്റി വെച്ചിട്ട് പോയി സോറി പറയേണ്ടത്. സാറേ തല്ലെന്ന് സാർ പ്ലീസ് 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 സാർ പ്ലീസ് ക്ഷമിക്ക് സാർ പ്ലീസ്. അബദ്ധം പറ്റിപ്പോതാണ് സാർ. ക്ഷമിക്ക് സാർ. ക്ഷമിച്ചെന്ന് പറ സാർ പ്ലീസ്. താഴെ നിർത്തിയ സാറ് വാക്ക് മാറില്ലല്ലോ. ഇല്ലടാ, എന്നൊന്ന് നിർത്താൻ. സാറേ വാക്ക് മാറുന്നതിന് മുമ്പ് ദാ ഇവിടെ ഒരു ചെറിയ ഇവിടെ ഇവിടെ ഒരു ചെറിയ സീൻ ഒപ്പിട്ടല്ലോ. എങ്ങനെയാ ഇത്? സാറ് പറഞ്ഞ പോലെ കാല് പിടിച്ചോണ്ടാ. അപ്പൊ സാറ്? സാറിന്റെ കൈ കയറി പിടിച്ചു. ഞാൻ അങ്ങനെ റെഡ് ഹാൻഡായിട്ട് പിടിക്കാൻ പോവാ. നീ താഴേക്കില്ലേ, ഞാൻ അങ്ങ് വന്നേക്കാം. താങ്ക് യു സാർ. സാർ ശരിക്കും കിട്ടിയല്ലേ? ഒന്നും പറയണ്ട രവി, എന്റെ നോ, അല്ലടാ കുത്തി വലിക്കുന്ന പോലത്തെ വേദന. എന്തൊക്കെ പറഞ്ഞാലും സാർ അവന് തീരെ ഈഗോ ഇല്ല. അതുകൊണ്ടല്ലേ അവന് കാല് പിടിച്ചത്. അപ്പൊ എനിക്കോ? ബുദ്ധിയില്ല. അതുകൊണ്ടല്ലേ അവന്റെ അനിയത്തിന്റെ ഷോൾ എടുത്തത്. എടാ ഞാനല്ല എടുത്തത്, ബൈ മിസ്റ്റേക്കിൽ എന്റെ കൈ ബൈ മിസ്റ്റേക്കിൽ എന്റെ കയ്യിൽ ഇത് പെട്ടുപോയതാ. അപ്പോഴെങ്ങ് കൊടുത്തിരുന്നല്ലോ. അവിടെ ഒരു സീൻ ഉണ്ടാക്കേണ്ടത് വെച്ചിട്ടാ. അതാണ് ഈ പരുവത്തിലായത്.